Hello, good evening, ബിന്ദു. എങ്ങനെയുണ്ടായിരുന്നു പൈത്തൺ ക്ലാസ് ഒക്കെ? ഓക്കെ, അപ്പൊ പൈത്തൺ എല്ലാം കംപ്ലീറ്റ് ചെയ്തില്ല അല്ലേ? ഓക്കെ, അപ്പൊ ജാങ്കോയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഫ്രണ്ട് എൻഡ് പഠിക്കണം. ഓക്കെ, ഫ്രണ്ട് എൻഡ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോഴേക്കും HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, ബൂട്ട്സ്ട്രാപ്പ് ഇതൊക്കെ ചേർന്നിട്ടാണ് ഫ്രണ്ട് എൻഡ് ഉണ്ടാകുന്നത്. അതായത് നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് വേണം? ഒരു ഫ്രണ്ട് എൻഡ് വേണം. ആ ഫ്രണ്ട് എൻഡ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബാക്കിലെ കാര്യങ്ങൾ പ്രൊജക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് ആയ HTML, CSS, ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, സ്ക്രിപ്റ്റിംഗ് സൈഡ് ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പൈത്തൺ സിമ്പിൾ അല്ലായിരുന്നോ? ഓക്കെ, എന്താണ് HTML എന്ന് ആർക്കെങ്കിലും അറിയോ? അതെ, ഫ്രണ്ട് എൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ HTML, CSS, ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയ ലാംഗ്വേജസ്. അതിന് വെബ് ലാംഗ്വേജസ് എന്നും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ VS കോഡ് ഉണ്ടോ എല്ലാവർക്കും? വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. അപ്പം അതിന് മുമ്പായിട്ട് HTML പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓരോരോ പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ HTML പോലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് വെബ് പേജസ് ചേർന്നിട്ടാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, നിങ്ങളൊരു വെബ്സൈറ്റ് നോക്കുമ്പോൾ അറിയാം അതിൽ ഒരുപാട് പേജസ് ഉണ്ട്. ഓരോ പേജസും നമ്മൾ HTML, CSS വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ പേജസ് ചേർന്നിട്ടാണ് ഓരോ വെബ്സൈറ്റ് ക്രിയേറ്റ് ആവുന്നത്. ഇപ്പോൾ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? URL അല്ലെങ്കിൽ ബ്രൗസർ വഴിയാണ് നമ്മൾ ഈ വെബ്സൈറ്റ് ഒക്കെ ആക്സസ് ചെയ്യുന്നത്. വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നത് ബ്രൗസർ വഴിയാണ്. അപ്പം വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് HTML, CSS പോലുള്ള ലാംഗ്വേജസ്. ഒരുപാട് വെബ് പേജസ് ചേർന്നിട്ടാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാകുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആമസോൺ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഷോപ്പിംഗ്. അപ്പം അതിൽ നമുക്കൊന്ന് കയറി നോക്കാം. ഇതൊരു വെബ്സൈറ്റ് അല്ലേ? ആമസോൺ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പം അതിൽ തന്നെ ഒരുപാട് പേജസ് ഉണ്ട്. ആ, സ്ക്രീൻ പ്രസന്റ് ചെയ്യാം. ഓക്കെ, സ്ക്രീൻ പ്രസന്റ് ചെയ്തില്ലായിരുന്നു. ഓക്കെ അല്ലേ?
ഓക്കെ. ഇപ്പം ആമസോൺ എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ഞാൻ ഇവിടെ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഈ പേജ് നോക്കി, ഈ വെബ്സൈറ്റിൽ ഒരുപാട് പേജസ് ഉണ്ട്. ഹോം പേജ്, പ്രൊഡക്റ്റ് പേജ്, അങ്ങനെ ഒരുപാട് പേജസ് ഉണ്ട്. ഇതൊക്കെ വെബ് പേജസ്. ഈ വെബ് പേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് HTML CSS വെച്ചിട്ടാണ്. ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾ പഠിക്കും. ഇതാണ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫ്രണ്ട് എൻഡിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് കണ്ടോ. ഓ ഫ്രഷ്, ആമസോൺ സെൽ, അങ്ങനെ ഒരുപാട് പേജസ് ഉണ്ട്. ഓരോ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ HTML വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്കത് ഒരു ഡൗട്ടാണ്. ഇപ്പൊ ഇത് ഞാനിപ്പോ വേറൊരു പേജിലേക്ക് വന്നിരിക്കുക. ഈ പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? നമ്മുടെ HTML CSS പോലുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇൻസ്പെക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും, കുറച്ച് കോഡ് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമ്മുടെ HTML ലാംഗ്വേജ്, HTML ആണ് നമ്മൾ ആ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ. ഇത് കണ്ടോ, ഇതുപോലുള്ള ഇതൊക്കെ നിങ്ങൾ ഇത് HTML വെച്ചിട്ട് ചെയ്തിട്ടാണ്, ബാക്ക് ഫ്രണ്ട് HTML ചെയ്തിട്ടാണ് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് എങ്ങനെയാ ചെയ്യുന്നത് നിങ്ങൾ പഠിക്കും. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരുമായിരുന്നു. ഈ കോഡൊക്കെ HTML കോഡാണ്, HTML ജാവാസ്ക്രിപ്റ്റിലുള്ള കോഡുകളാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിന്റെയും ബൂട്ട്സ്ട്രാപ്പിന്റെയും ജസ്റ്റ് ബേസിക് മാത്രമേ ഉള്ളൂ. നമ്മൾ HTML CSS അഡ്വാൻസ് ആയിട്ട് തന്നെ പഠിക്കും. Okay. ഇതിന് മുമ്പ് HTML പഠിച്ച ആരെങ്കിലും ഉണ്ടോ? HTML CSS നേരത്തെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. ഓക്കെ, നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ HTML കോഡ് ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയർ വേണം. VS കോഡ് എന്ന വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ അത് ആദ്യം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പൊ ഞാനത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണ്ട, ചെയ്യാത്തവർ മാത്രം ചെയ്താൽ മതി. അതിൽ ഒരാൾ സ്ക്രീൻ പ്രസന്റ് ചെയ്യുക. അപ്പൊ ഞാൻ അത് നോക്കിയിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഗൂഗിളിൽ VS കോഡ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോഴേക്കും ഈ സെക്കൻഡ് കാണുന്ന ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഡൗൺലോഡ് ആയിക്കോളും. ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇനി ആരെങ്കിലും ഒരാൾ എനിക്കൊന്ന് സ്ക്രീൻ പ്രസന്റ് ചെയ്ത് കാണിക്കും. അപ്പൊ അയാളുടെ നോക്കിയിട്ട് ഞാൻ ബാക്കിയുള്ള പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പൊ ആരതാ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്? അമീറ. ഓക്കെ, ഡൗൺലോഡഡ് അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പോ സ്ക്രീൻ പ്രസന്റ് ചെയ്തോളൂ. എന്നിട്ട് ഗൂഗിൾ എടുത്തിട്ട് VS കോഡ് എന്ന് ടൈപ്പ് ചെയ്തു. ഫോണിലാണോ ചെയ്യുന്നത്? ഫോണിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. സിസ്റ്റത്തിലേ ചെയ്യാം. സിസ്റ്റത്തിലേ പറ്റും. ഓക്കെ. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ ഡൗൺലോഡ് ചെയ്യാൻ?
വിനയ, അൺമ്യൂട്ട് ചെയ്തിട്ട് ആരെങ്കിലും ഒന്ന് പറയാവോ? ഷിതിൻ, അമൽ ഓക്കെ ആണോ? അമൽ, നിങ്ങൾ എന്താണ് activity? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു റെസ്പോണ്ട് ചെയ്തേ. ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇരിപ്പുണ്ടോ? ബിന്ദു കേൾക്കുന്നില്ലേ? ആരെങ്കിലും ഇപ്പോൾ ഡിസ്കോഡ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീൻ പ്രസന്റ് ചെയ്യുക. അപ്പൊ എല്ലാവരുടെ കയ്യിലും ഡിസ്കോഡ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് നെക്സ്റ്റ് ഇട്ടാൽ പൈസ ഇൻസ്റ്റാൾ ചെയ്ത പോലെ അത്രയ്ക്ക് റിസ്ക് ഒന്നുമില്ല. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ ഓക്കെ. ഓക്കെ ഇപ്പൊ ഓക്കെ. വിനയ, ഇപ്പൊ എന്താണ് ഇപ്പൊ കറന്റ് എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്യുവാണോ VS Code? വിനയ, ഷിതിൻ, സായൻ, ഷിതിൻ, ബിന്ദു. ഡൗൺലോഡ് ചെയ്തോ? ഡൗൺലോഡ് ചെയ്തവരെങ്കിലും യെസ് എന്ന് പറയൂ. ഡൗൺലോഡ് ചെയ്തവർ യെസ് എന്ന് പറഞ്ഞു. ഷിതിൻ, വിനയ, ബിന്ദു. ഓ വിനയ്ക്ക്. ആ പറഞ്ഞോ. ഓക്കെ. വിനയ, വിനയ, ഷിതിൻ. ഓക്കെ ഓക്കെ. വിനയോ? അപ്പൊ എല്ലാരും ഓൾറെഡി ഡൗൺലോഡഡ് ആണ് അല്ലെ? എങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഫയൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് കോഡിങ് നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് വരിക. ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഈ ഫോൾഡറിൽ കുറച്ച് ഫയൽസ് വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ കോഡ് ചെയ്യുന്നത്. ന്യൂസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ട് നേരെ VS കോഡിലേക്ക് വരിക. VS കോഡ് ഓപ്പൺ ചെയ്യുക. ഓക്കെ.
എസ് കോഡ് ഓപ്പൺ ചെയ്തിട്ട് ആ ഫോൾഡറിലേക്ക് വരിക. അപ്പൊ ആ ഫോൾഡർ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണേ. ഫയൽ എടുക്കുക, ഫയൽ എടുത്ത് ഓപ്പൺ ഫോൾഡർ കൊടുക്കുക, ഓപ്പൺ ഫോൾഡർ കൊടുത്തിട്ട് ഫയലിന്റെ ലൊക്കേഷൻ കൊടുക്കുക. എന്റെ ഡെസ്ക്ടോപ്പിൽ ആണ് ഞാൻ ന്യൂസ് എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്തത്. ന്യൂസ് എന്ന് പറഞ്ഞ ഫോൾഡർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ആ ഫോൾഡറിലേക്ക് വരും. അപ്പൊ ഈ ഫോൾഡറിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ HTML പേജും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇതിന് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് വേണമെങ്കിൽ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അല്ലാതെ ഇവിടെ നമ്മൾ ഈ ഫോൾഡറിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ ന്യൂ ഫയൽ നമ്മൾ പ്ലസ് ഐക്കൺ കാണും, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫയലിന്റെ പേര് കൊടുക്കുക. ഓക്കെ, ഞാൻ day1 എന്നാണ് എന്റെ ഫസ്റ്റ് ഫയലിന്റെ പേര് കൊടുക്കുന്നത്. ഏത് ഫയൽ ക്രിയേറ്റ് ചെയ്താലും HTML എക്സ്റ്റൻഷൻ കൊടുക്കുക. .html എന്നാണ് അതിന്റെ എക്സ്റ്റൻഷൻ. .html കൊടുക്കുക, enter കൊടുക്കുക. അപ്പോഴേക്കും ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയി വരുന്നത്. അതിന് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു സ്പേസിലായിരിക്കും നമ്മൾ നമ്മുടെ കോഡ് ടൈപ്പ് ചെയ്യുന്നത്. ഇത്രയും സ്റ്റെപ്പ് ചെയ്യുക. ചെയ്തിട്ട് പറയുക, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുക ചെയ്ത്, എന്നിട്ട് ബാക്കി സ്റ്റെപ്പ് കാണിച്ചു. ഓക്കെ, എല്ലാരും ചെയ്തു? ആരെങ്കിലും ചെയ്യാതെ ഇരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ? എല്ലാരും ചെയ്തല്ലോ. നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണേ. അമൽ, അമൽ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ബിന്ദു, അമീറ, വിനയ, അമീറ ചെയ്തു. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് പോയി. ഓക്കെ, ഫയൽ എടുക്കുക, എന്നിട്ട് ഓപ്പൺ ഫോൾഡർ കൊടുക്കുക. ഓപ്പൺ ഫോൾഡർ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഫയലിലേക്കാണ് പോകുന്നത്. അപ്പൊ ഫയൽ ചെയ്ത ഫോൾഡറൊക്കെ കാണും. അപ്പൊ ഏത് ഫോൾഡറിലാണോ വേണ്ടത് ആ ഫോൾഡർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെലക്ട് ഫോൾഡർ കൊടുക്കുക. ഓക്കെ, അപ്പോഴേക്കും ആ ഫോൾഡറിലേക്ക് നമ്മൾ വരും. ആ ഫോൾഡറിലേക്ക് എത്തി വന്നിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ആ ഫോൾഡറിൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ഫോൾഡർ ഇടുകയാണെങ്കിൽ ഫോൾഡറിന്റെ നേരെ നിർത്തി ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ട്. ഇതിന്റെ അർത്ഥം ന്യൂ ഫയൽ എന്നാണ്. ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഒരു ഫയലിന്റെ പേര് കൊടുക്കുക, .html എക്സ്റ്റൻഷൻ കൊടുക്കുക. .html തന്നെ കൊടുക്കണം എക്സ്റ്റൻഷൻ. കൊടുത്തു കഴിയുക. കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയത്. അതുവരെ ചെയ്യുക. ഇതുപോലെ റെസ്പോണ്ട് ചെയ്യുക. കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്ന് തന്നെ പറയുക, കിട്ടിയാൽ കിട്ടി എന്ന് പറയുക. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് നമ്മുടെ HTML ഫുൾ ഫോം. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് HTML ആണ്. HTML എന്ന് പറയുന്നത് നമ്മളൊരു കോഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് സ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ HTML കൊടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് CSS ആണ്. CSS എന്ന് പറഞ്ഞാൽ കാസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റിംഗ് ആണ്. അത് നമ്മുടെ HTML പേജിന് സ്റ്റൈൽ കൊടുക്കുന്നതാണ്. അതായത് കളറും ഇമേജസിന് പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യുന്ന HTML കോഡിന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് CSS യൂസ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ആക്ഷൻസ് ചെയ്യാനുണ്ടെങ്കിൽ ആക്ഷൻസ് എന്തെങ്കിലും ഫംഗ്ഷൻസിന്റെ ആക്ഷൻസ് ചെയ്യാനുണ്ടെങ്കിലാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ജാവാസ്ക്രിപ്റ്റ് ഇവിടെ നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. കാര്യം നമ്മൾ ബാക്ക് എൻഡ് ചെയ്യുന്നത് പൈത്തൺ വെച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ നെക്സ്റ്റ് ബൂട്ട്സ്ട്രാപ്പ് ആണ് പഠിക്കുന്നത്. ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് ആണ്. അത് നമ്മൾ ചെയ്യും. ഓക്കെ, ഓക്കെ ആണോ? ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ആയിട്ട് സ്റ്റോപ്പായിട്ട് ഇരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ആ, ചോദിച്ചോളൂ.
ഇല്ല ഇല്ല, ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്നില്ല, അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്നില്ല, ജസ്റ്റ് ബേസിക് മാത്രം പഠിക്കുന്നില്ല, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് മാത്രമേ പഠിക്കുന്നുള്ളൂ. കാരണം നമ്മുടെ ബാക്ക് എൻഡ്, കാര്യം നമ്മുടെ ബാക്ക് എൻഡ് എന്തുവാ, പൈത്തൺ അല്ലേ. അപ്പൊ നമ്മൾ പൈത്തൺ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ PHP വെബ് ഡെവലപ്മെന്റിന്റെ ആണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ പൈത്തൺ ജാങ്കോ അല്ലേ. ഫുൾ സ്റ്റാക്ക് തന്നെയാണ്. HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ബേസിക് വന്ന് പൈത്തൺ, SQL ഒക്കെ ചേർന്ന് ഫുൾ സ്റ്റാക്ക് ആണ് പൈത്തൺ ജാങ്കോ എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ, നമ്മൾ കറന്റ് യൂസ് ചെയ്യുന്ന HTML വെർഷൻ എന്ന് പറയുന്നത് HTML5 ആണ് നമ്മൾ കറന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ HTML5 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് HTM അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ 3 ഓപ്ഷൻ വരും. HTML, HTML5, HTML, XML. നമ്മൾ HTML5 ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ നടുക്കത്തെ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഇത്രയും കോഡ് ഇവിടെ ജനറേറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ. അതെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഡോക് ടൈപ്പ് HTML എന്നാണ്. അതായത് HTML ഡോക്യുമെന്റ് ടൈപ്പ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. ആ പറഞ്ഞോളൂ. അമലാണോ? ഏതാണ് കേൾക്കാനത്? നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് HTML5 ആണ്. ഓക്കെ. ഇപ്പോഴത്തെ നമ്മുടെ വെർഷൻ എന്ന് പറയുന്നത് HTML5 വെർഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് വെർഷൻ ആണ്. ഓക്കെ. അപ്പോൾ HTML5 യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോഡ് റൈറ്റ് സൈഡിലാണ് നമ്മൾ കോഡ് ടൈപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് HTM എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി 3 ഓപ്ഷൻസ് വരും. HTML, HTML5, HTML, XML എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് വരും. നമ്മൾ ഈ നടുക്കത്തെ ഓപ്ഷനായ HTML5 സെലക്ട് ചെയ്യുക. നടുക്കത്തെ HTML5 ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഇത്രയും കോഡ് അവിടെ ജനറേറ്റ് ആവും. ഓക്കെ. 11 ലൈൻസിൽ കോഡ് ജനറേറ്റ് ആവും. അതായത് HTML ഹെഡർ ആണ്. HTML മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓപ്പണിംഗ് ടാഗും ക്ലോസ് ടാഗും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ HTML എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതാദ്യം നമുക്ക് കാണിച്ചു തരാം. ഓപ്പണിംഗ് ടാഗ് എന്ന് പറയുമ്പോൾ ഈ ഈ സിമ്പിൾ ഇടുക, ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുക, എന്നിട്ട് HTML എന്ന് കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സ്ലാഷ് വന്നിട്ട് ഒരു HTML കാണും. ഇതാണ് HTML സ്റ്റാർട്ടിങ്ങും സ്റ്റോപ്പ്. HTML സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയും, അതുപോലെ തന്നെ HTML തീരുമ്പോൾ ലാസ്റ്റ് HTML തീരുമ്പോൾ നമ്മുടെ സ്ലാഷ് HTML കൊടുക്കുക. ഇതാണ് HTMLന്റെ ടാഗ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് ടാഗ് ഇതാണ്, ക്ലോസിംഗ് ടാഗ് ഇതാണ്. അതുപോലെ തന്നെ HTML എന്തൊക്കെ ടാഗ് ഉണ്ടോ എല്ലാ ടാഗിനും എന്തുണ്ട്, ഒരു സ്റ്റാർട്ടിംഗ് ടാഗ് ഉണ്ട്, ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് ടാഗ് തുടങ്ങുന്നത് ജസ്റ്റ് ഇപ്പൊ ഞാൻ ബോഡി എന്ന് പറഞ്ഞൊരു ടാഗ് യൂസ് ചെയ്യുക, ബോഡി എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുക. ആ ബോഡി തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടാവും, അത് ക്ലോസ് ആവും. അപ്പൊ ഈ ബോഡി ഓപ്പണിന്റെയും ക്ലോസിന്റെയും നടുക്കാണ് ബോഡിക്ക് വേണ്ട കണ്ടന്റ്സ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ടാഗ് ഉണ്ട് HTML. ആ എല്ലാ ടാഗിനും ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, ക്ലോസിംഗ് ടാഗ് ഉണ്ട്. ക്ലോസിംഗ് ടാഗ് ഇല്ലാത്ത ഒരു ടാഗാണ് BR ടാഗ് എന്ന് പറഞ്ഞ ടാഗ്. BR എന്ന് പറയും. ഈ BR ടാഗ് യൂസ് ചെയ്യാന്ന് പറയാൻ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരാനാണ് നമ്മൾ BR ടാഗ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഇനി അങ്ങോട്ട് കോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. ഓപ്പണിംഗ് ടാഗും ക്ലോസ് ടാഗും അടങ്ങിയിട്ടാണ് നമ്മൾ ഒരു HTML കോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാ HTML ഓപ്പണിംഗ് ടാഗിനും എന്ത് കാണും, ഒരു ക്ലോസിംഗ് ടാഗ് കാണും. ക്ലോസിംഗ് ടാഗ് ഇല്ലാത്ത ഒരു ടാഗാണ് BR ടാഗ്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ HTML5 വരാം. HTML HTM കൊടുക്കുമ്പോൾ തന്നെ എന്താവും, അവിടെ ഒരു 3 ഓപ്ഷൻ വരും. അതിൽ നടുക്കത്തെ ഓപ്ഷനായ HTML5 ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇത്രയും കോഡ് അവിടെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ HTML തുടങ്ങി, HTML തീരുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ തുടങ്ങി കോഡ് തീരുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ HTML ഹെഡർ തുടങ്ങി ഇവിടെയാണ് തുടങ്ങിയത്. ഹെഡർ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഈ ഡോക് ടൈപ്പ് HTML എന്ന് പറയുന്നത് HTMLന്റെ എന്താണ്, ഡോക്യുമെന്റ് ടൈപ്പിനാണ്. നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് HTML എന്ന് പറഞ്ഞാൽ HTML5 ആണ്. അതുകൊണ്ടാണ് HTML ഡോക് ടൈപ്പ് ആണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക് ടൈപ്പ് കൊടുക്കുന്നത്. നെക്സ്റ്റ് HTML ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ലാങ് ഈക്വൽ ടു ഇംഗ്ലീഷ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇത്രയും ടാഗ് ഇവിടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹെഡ് ടാഗ് കൊടുക്കണം. ഹെഡ് ടാഗിനുള്ളിലാണ് നമുക്ക് വേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അതായത് ഒരു പേജിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിൽ പോകുന്നത് നിങ്ങൾ പഠിക്കും. ഓക്കെ. ഈ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു. ഓപ്പൺ ചെയ്തതിന്റെ ക്ലോസ് ചെയ്തതിന്റെ നടുക്കായിട്ടാണ് ആ ടാഗിലുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കേണ്ടത്.
ഇവിടെ ക്യാർസെറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റ നെയിം അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇതിന് മൊത്തത്തിലുള്ള വിട്ടും ഹൈറ്റും ഒക്കെ കൊടുത്തിരിക്കുക. പിന്നെ നമ്മൾ റൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഡോക്യുമെന്റിൽ കാണേണ്ട പേരാണ് ഈ ടൈറ്റിലിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈറ്റിൽ ഓപ്പൺ, ടൈറ്റിൽ ക്ലോസ്. ഈ ടൈറ്റിലിന്റെ നടുക്കാണ് നമ്മൾ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവിടെ എന്ത് വേണേലും കൊടുക്കാം. ഓക്കെ ഓക്കെ, അങ്ങനെ ഹെഡ് ഇവിടെ ക്ലോസ് ചെയ്തു. ഈ ബോഡി അത് കഴിഞ്ഞ് ബോഡി ടാഗ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ബോഡി ടാഗിന്റെ ഉള്ളിലാണ് നമുക്ക് വേണ്ട കോഡ് ടൈപ്പ് ചെയ്യേണ്ടത്. ഈ ബോഡി ടാഗിന്റെ ഉള്ളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കോഡാണ് നമുക്ക് റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് കോഡ് ചെയ്യാം. ഈ ബോഡി ഓപ്പൺ ചെയ്ത് ബോഡി ക്ലോസ് ചെയ്തു. ഈ ബോഡിന്റെ നടുക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് വേണ്ട കോഡ് ചെയ്യേണ്ടത്. ബോഡി കഴിഞ്ഞിട്ടാണ് HTML ടാഗ് ക്ലോസ് ചെയ്യുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് ഇനി ഫസ്റ്റ് നമ്മുടെ കോഡ് കൊടുക്കാം. ഞാനൊരു ഹെഡിങ് കൊടുക്കാന്ന് വിചാരിക്കാം. അപ്പം എന്റെ ഹെഡിങ് വല്യക്ഷരത്തിൽ ഒരു ഹെഡിങ് വേണ്ടത്. അപ്പൊ ആ വല്യക്ഷരത്തിൽ വേണ്ട ഹെഡിങ് എങ്ങനെ കൊടുക്കും നമുക്ക് നോക്കാം. H1 എന്ന് പറയുന്ന ഒരു ടാഗിലാണ് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നത്. നോട്ട് ചെയ്ത് H1 നമ്മൾ ഇതിന് സെപ്പറേറ്റ് നോട്ടൊന്നും തരില്ല. കാര്യം ഇത് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കേണ്ട കാര്യമാണ്. അത് കാണാപ്പാടം പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ചെയ്ത് പഠിക്കുക. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. H1 എന്ന് പറയുന്ന ടാഗിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെഡിങ് കൊടുക്കേണ്ടത്. അപ്പം H1 എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ H1ന്റെ നടുക്കാണ് എന്ത് കൊടുക്കേണ്ടത്, ഹെഡിങ് കൊടുക്കുക. അപ്പൊ ഞാൻ പൈത്തൺ ജാങ്കോ എന്ന് പറഞ്ഞാൽ ഒരു ഹെഡിങ് കൊടുക്കുക. പൈത്തൺ ജാങ്കോ. ഓക്കെ, ഇതെന്ത് ചെയ്യണം, ഞാൻ സേവ് ചെയ്യണം. Ctrl+S വെച്ചിട്ടാണ് ഞാൻ ഇവിടെ സേവ് ചെയ്യുന്നത്. കീബോർഡിൽ ഷോർട്ട് കട്ട് Ctrl+S വെച്ചിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് ഇത് മിനിമൈസ് ചെയ്യുവാണ് ഞാൻ. എന്റെ VS കോഡ് മിനിമൈസ് ചെയ്തിട്ട് ഞാൻ എന്റെ ഫോൾഡറിലേക്ക് വന്നു. ന്യൂസ് എന്ന ഫോൾഡറാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. എന്റെ ഡെസ്ക്ടോപ്പിൽ വന്ന് ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഈ ന്യൂസ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ആ ന്യൂസ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫയലാണ് day1 എന്ന് പറയുന്ന ഫയല്. ആ ഫയൽ ഓപ്പൺ ചെയ്യുക. അപ്പോഴേക്കും ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത എന്റെ ഹെഡിങ് പൈത്തൺ ജാങ്കോ, അതായത് ഞാൻ പറഞ്ഞു ബോഡിക്കുള്ളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യം മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ബോഡിക്കുള്ളിൽ H1 കൊടുത്തു. H1 ഞാൻ പൈത്തൺ ജാങ്കോ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനത് റൺ ചെയ്തപ്പോഴേക്കും എനിക്കിവിടെ ജാങ്കോ കിട്ടി. ഇങ്ങനെയാണ് നമ്മളൊരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ചെയ്തു നോക്കിയ എല്ലാവരും ഒന്ന്, ഇത്രയും സ്റ്റെപ്പ് എല്ലാവരും ഒന്ന് ചെയ്തു. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്? ചെയ്യുക. ചെയ്തിട്ട് ഞാൻ ഒരാളെ വിളിച്ചിട്ട് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കുക. ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പൊ ചോദിക്കുക. ഔട്ട്പുട്ട് ബിന്ദുക്ക് കിട്ടിയോ? മനസ്സിലായോ ബിന്ദു കൺസെപ്റ്റ് ഒക്കെ? ഓക്കെ, വിനയ? അങ്ങനെയൊന്നും വരില്ല, ഒരു പ്രശ്നവുമില്ല. ഒന്നും ചോദിക്കില്ല. വ്യൂ പോർട്ട് ഒന്നും ഒരു പ്രശ്നവുമില്ല. മെറ്റാ ടാഗിന്റെ ഉള്ളിൽ നമ്മൾ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ലാംഗ്വേജ് ആദ്യം കൊടുത്ത് സെറ്റ് ചെയ്യുന്നു. ഹെഡിലാണ് നമ്മൾ ഹെഡർ ടാഗ് കൊടുക്കുന്നത്. മെറ്റായിൽ നമ്മൾ അതിന്റെ ക്യാരക്ടേഴ്സ് എൻകോഡിലാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രേസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതൊന്നും ഇന്റർവ്യൂലൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ നമ്മൾ സൂം ലെവലാണ് ഈ കൊടുത്തിരിക്കുന്നത്.
കൊടുത്തിരിക്കുന്നത്. വ്യൂ പോർട്ടിന്റെ സൂപ്പ് ലെവലൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. വിനയ, സായന്ത്, വിനയ, അമീറ. നിങ്ങൾക്ക് കിട്ടിയോ? ഷിതിൻ. അങ്ങനെ കൊടുക്കണേ. നമ്മൾ HTML5 ആണ് യൂസ് ചെയ്യുന്നത്. തന്നെ ഇങ്ങനെ കൊടുത്ത് തന്നെ ശീലിച്ചു പോകും. അല്ലാതെ നമ്മൾ ചുമ്മാ HTML കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ നമ്മൾ HTML5 വെച്ചിട്ട് തന്നെ യൂസ് ചെയ്ത് പോവുക. ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ അടിച്ചു കൊടുക്കണ്ട. HTM എന്ന് അടിക്കുമ്പോൾ അവിടെ 3 ഓപ്ഷൻ വരും. അതിൽ നടുക്കത്തെ ഓപ്ഷനാണ് HTML5 ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി ഇത്രയും കോഡ് അവിടെ ജനറേറ്റ് ചെയ്തോളും. ഓക്കെ, നമ്മളിപ്പോ H1 പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ടാഗ് പഠിക്കാം. H2 ടാഗ്, അതായത് H1നെക്കാളും കുറച്ചും കൂടി ചെറുതായിരിക്കും H2. അമീറ മ്യൂട്ട് ചെയ്തോളൂ. H1 ടാഗിനെക്കാളും കുറച്ചും കൂടി H2 ടാഗ്. നമുക്ക് അതിന്റെ വ്യത്യാസം നമുക്ക് നോക്കാം. പൈത്തൺ ജാങ്കോ. ഓക്കെ, അതുപോലെ തന്നെ H1 to H6 വരെ ഉണ്ട് ഹെഡിങ് ടാഗ്. എന്ന് പറയുന്നത് ഏറ്റവും വലുതായിരിക്കും, H6 എന്ന് പറയുന്നത് ഏറ്റവും ചെറുതായിരിക്കും. നമുക്ക് ഓരോന്നും നോക്കാം. നെക്സ്റ്റ് H3 ആണ് കൊടുക്കേണ്ടത്. ദെൻ H4. ഇപ്പം ഓരോന്നിന്റെ വ്യത്യാസം വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ H1 to H6 വരെ കൊടുത്തു. അതായത് H1 to H6 വരെയുള്ള ഹെഡിങ് ടാഗ് എന്ന് പറയുന്നത് H1 എന്ന് പറയുന്ന ഏറ്റവും വലിയ ഹെഡിങ്, H6 എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഹെഡിങ്. ഇത് ഞാൻ Ctrl+S വെച്ചിട്ട് സേവ് ചെയ്തു. എന്നിട്ട് നേരത്തെ റൺ ചെയ്യുന്ന പോലെ ഞാൻ റൺ ചെയ്യുവാണ്. കണ്ടോ, ഇപ്പൊ എനിക്ക് H1 to H6 വരെ കിട്ടി. ഹെഡിങ് ടാഗിൽ ഏറ്റവും വലുതാണ് H1 കൊടുത്തിരിക്കുന്നത്. H6 എന്ന് പറയുന്നത് ഏറ്റവും ചെറുതാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് H1 to H6 വരെയുള്ള. ആ, സ്ക്രീൻ ഒന്ന് പ്രസന്റ് ചെയ്തല്ലേ. ഓക്കെ അമീറ, ടാഗ് കൊടുക്കണ്ട. ചുമ്മാ HTML എന്ന് അടിച്ചു കൊടുത്താൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ടാഗ് കൊടുക്കാതെ ചുമ്മാ HTML എന്ന് പറഞ്ഞു. കണ്ടോ, ഇപ്പൊ ക്ലിക്ക് ചെയ്തോളൂ. ഓക്കെ അല്ലേ? നീ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ആ, ഓക്കെ ഓക്കെ. H1 to H6 വരെ ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാഗ് എന്ന് പറയുന്നത്. ഹെഡിങ്ങിന് ഏറ്റവും വലിയ ഹെഡിങ്ങാണ് നമ്മൾ H1 യൂസ് ചെയ്യുന്നത്. ഏറ്റവും ചെറുതിന് H6 ആണ് യൂസ് ചെയ്യുന്നത്. H1 to H6 വരെ പഠിച്ചു. ഈ നെക്സ്റ്റ് ടാഗാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ടാഗിന്റെ പേരാണ് P. P എന്ന് പറയുന്ന ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ പാരഗ്രാഫ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് P എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. പാരഗ്രാഫിന് വേണ്ടിയിട്ടാണ് P ടാഗ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് കൊടുക്കുക. ജസ്റ്റ് ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരു പാരഗ്രാഫ് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനൊരു പാരഗ്രാഫ് കോപ്പി ചെയ്തിട്ട് ഈ P ടാഗിനുള്ളിൽ ഇട്ട് കൊടുത്തു. P ടാഗ് ഓപ്പൺ ചെയ്യുക, P ടാഗ് ക്ലോസ് ചെയ്യുക. ഈ ഓപ്പണിന്റെയും ക്ലോസിന്റെയും നടുക്കാണ് നമുക്ക് വേണ്ട കണ്ടന്റ് കൊടുക്കേണ്ടത്.
ഓക്കെ, ഞാൻ പി ടാഗിനുള്ളിൽ എനിക്ക് വേണ്ട കണ്ടന്റ്സ് ഞാൻ ഇവിടെ കൊടുത്തു. എന്നിട്ട് കൺട്രോൾ വെച്ച് സേവ് ചെയ്തു. സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോഴേക്കും എനിക്കൊരു പാരഗ്രാഫ് കിട്ടും. അത് പി ടാഗിൽ ഇട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പാരഗ്രാഫ്. അതുപോലെ തന്നെ H1 to H6 കൊടുക്കുന്നതും ഇതുപോലെയാണ്. ഇതുപോലെ തന്നെ ഞാൻ 2-3 പാരഗ്രാഫ് കൊടുക്കുവാണ്. കോപ്പി ചെയ്തിട്ട് നിങ്ങൾ പല രീതിയിൽ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ കോഡ് പെട്ടെന്ന് പഠിക്കാൻ പറ്റൂ. പൈത്തൺ പോലെയല്ല, പൈത്തണേക്കാളും വളരെ സിമ്പിൾ ആണ് HTML എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും നമുക്ക് ഇത് ചെയ്യാനായിട്ട്. കാര്യം അപ്പൊ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമല്ലോ. ഫ്രണ്ട് എൻഡ് ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചും കൂടി ഇഷ്ടമായിരിക്കും ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, ഞാൻ കുറച്ച് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ H1 to H6 വരെ കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു നോക്കാം. ആ, പറഞ്ഞു. ആ, ഓക്കെ. സ്ക്രീൻ പ്രസ് ചെയ്തേ, ഞാൻ പറഞ്ഞേ. ആ, കാണാം. ഡൗൺലോഡ് ചെയ്തു. ആ, ആ, ന്യൂ ഫോൾഡർ എടുത്തു. അല്ല, ആദ്യം ഡെസ്ക്ടോപ്പിൽ ചെന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. സിസ്റ്റത്തിന്റെ ഡെസ്ക്ടോപ്പിൽ വന്നു. ഡെസ്ക്ടോപ്പിൽ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോൾഡറിലാണ് നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോഴേക്കും VS കോഡിൽ വന്നിട്ട് ഓപ്പൺ ഫോൾഡർ കൊടുക്കുക. എന്നിട്ട് ഫയൽ ലൊക്കേഷൻ ഡെസ്ക്ടോപ്പിൽ ആ ഒരു ന്യൂ ഫോൾഡറിന്റെ ലൊക്കേഷൻ കൊടുക്കുക. കിട്ടിയോ അമൽ? എന്താ? ബാക്കിയുള്ളവരെപ്പോഴേക്കും കുറച്ചും കൂടി കൊടുക്കുക, പാരഗ്രാഫ് കൊടുക്കുക, സ്വന്തമായിട്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇടണം. എല്ലാവരും ഇടണം. ഔട്ട്പുട്ടിന്റെ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇടണം. കോഡ് വേണ്ട, ഔട്ട്പുട്ട് നോക്കണം. അമ്മ ക്രിയേറ്റ് ചെയ്തോ? ന്യൂ എടുക്കുക. ന്യൂ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഫോൾഡറിന് ഒരു പേര് കൊടുക്കുക. ഒന്ന് പ്രസന്റ് ചെയ്യുമോ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല.
കാണാം. ഫോൾഡർ ക്രിയേറ്റ് ചെയ്തോ? വി എസ് കോഡ് ഓപ്പൺ ചെയ്ത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തോ? ഒന്നും കൂടി ഒന്ന് നോക്കൂ, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതുണ്ട്, ഇതാണ് എന്റെ ഡെസ്ക്ടോപ്പ്. ഈ ഡെസ്ക്ടോപ്പിൽ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുക. ന്യൂ എന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ ഒരു ഫോൾഡർ ന്യൂ എന്ന് കൊടുക്കുമ്പോൾ തന്നെ കുറെ ഓപ്ഷൻ കാണും. ഇതിൽ ഫോൾഡർ എടുക്കുക. അപ്പോഴേക്കും ഒരു ഫോൾഡർ വരും. ആ ഫോൾഡറിന് ഒരു പേര് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഇത്രേ ഉള്ളൂ ഡെസ്ക്ടോപ്പിൽ ചെയ്യാൻ. കൊടുത്തിട്ട് നേരെ എന്ത് ചെയ്യുക, വി എസ് കോഡിലേക്ക് വരിക. വി എസ് കോഡിലേക്ക് വന്നിട്ട് മേളിലൊരു ഓപ്ഷൻ കാണും, ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ഫോൾഡർ കാണും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഓപ്പൺ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫയൽ ലൊക്കേഷൻ ആയിട്ട് ഇവിടെ ഓപ്പൺ ആയി വരുന്നത്. ആ ഫയൽ ലൊക്കേഷനിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്ത ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഫോൾഡർ കൊടുക്കുക. അപ്പോഴേക്കും ആ ഫോൾഡറിലായിട്ട് നമ്മൾ വരും, വി എസ് കോഡിൽ. ആ ഒരു ഫോൾഡറായിട്ട് വന്നതിന് ശേഷം നമുക്ക് രണ്ട് രീതിയിൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ ഫോൾഡറിൽ. ഒന്ന്, റൈറ്റ് സൈഡിൽ തന്നെ ന്യൂ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. രണ്ട്, ഈ ഫോൾഡറിന്റെ കൂടെ തന്നെ ഒരു പ്ലസ് ഐക്കൺ കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാൻ ഡേറ്റ് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു എന്റെ ഫയലിൽ. എന്നിട്ട് .html എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഇത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കാര്യം പഠിക്കാം. ഇപ്പൊ നമ്മൾ H1 to H6 പഠിച്ചു. നെക്സ്റ്റ് പി ടാഗ് പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ബോൾഡ് ആക്കുന്ന എങ്ങനെയാണ്. നമ്മളൊരു ഒരു പേര് നമ്മൾ ബോൾഡ് എന്ന് പറയുന്ന ടാഗും ഇറ്റാലിക് എന്ന് പറയുന്ന സ്റ്റൈൽ നിങ്ങൾക്ക് അറിയാലോ. ബോൾഡ് എന്ന് പറയുന്നത് കുറച്ച് കട്ടി കൂട്ടാനായിട്ട്. അമീറ ഒന്ന് മ്യൂട്ട് ചെയ്തേ. അമീറ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ബോൾഡ് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത് നമുക്ക് വേണ്ട ഫോണ്ട് ബോൾഡ് രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇറ്റാലിക് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത് ഇറ്റാലിക് മോഡലിൽ വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അത് രണ്ടും യൂസ് ചെയ്ത് നോക്കാം. ബോൾഡ് ടാഗിന്റെ ഷോർട്ട് ടാഗ് ആണ് പി എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ബോൾഡ് ആക്കുന്നത് ഹലോ വേൾഡിൽ നിന്നാണ് എനിക്ക് ബോൾഡ് ആക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യുക, ഹലോ വേൾഡ് കൊടുക്കുക. അപ്പൊ എന്താവും, ഹലോ വേൾഡ് എന്നുള്ളത് ബോൾഡിൽ കിട്ടും. നെക്സ്റ്റ് എനിക്ക് ഇറ്റാലിക് ആക്കി കൊടുക്കണമെന്ന് വിചാരിക്കും, ഇറ്റാലിക് ലെറ്ററിൽ. അപ്പൊ ഐ കൊടുക്കുക. ഇറ്റാലിക് ആക്കാൻ ഐ ആണ് കൊടുക്കേണ്ടത്, ബോൾഡ് ആക്കാൻ ബി ആണ് കൊടുക്കേണ്ടത്. ഇറ്റാലിക് ആക്കേണ്ടത് ഹായ് വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിങ്ങിനാണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ സേവ് ചെയ്തു, റൺ ചെയ്യുക. റൺ ചെയ്തപ്പോഴേക്കും എനിക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന ബോൾഡ് ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ ഹായ് വേൾഡ് എന്ന് പറയുന്നതിന് ഇറ്റാലിക് ആയിട്ടും കിട്ടി. മനസ്സിലായോ? ഹലോ വേൾഡിന് എനിക്ക് ബോൾഡ് ലെറ്ററിൽ കിട്ടി, ഹായ് വേൾഡിന് എനിക്ക് ഇറ്റാലിക് ലെറ്ററിൽ കിട്ടി. പക്ഷെ രണ്ടും അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത്. എനിക്കിതിന് രണ്ടും താഴെ താഴെ വരണമെന്ന് വിചാരിക്കുക. അങ്ങനത്തെ കേസിൽ യൂസ് ചെയ്യുന്നതാണ് ബി ആർ ടാഗ്. ബി ആർ ടാഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, അതിന് ക്ലോസിംഗ് ടാഗ് ഇല്ല, ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഹലോ വേൾഡ് കഴിഞ്ഞ് എനിക്ക് അതിന്റെ താഴെയാണ് ഹായ് വേൾഡ് വരേണ്ടത് വിചാരിക്കുക. ഹലോ വേൾഡ് കഴിഞ്ഞ് ജസ്റ്റ് ഒരു എൻ്റർ കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ നടുക്ക് ബി ആർ ടാഗ് കൊടുക്കുക. ബ്രേക്കിന് വേണ്ടിയിട്ടാണ് ബി ആർ ടാഗ് കൊടുക്കുന്നത്. എന്നിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് റൺ ചെയ്യുക. അപ്പോഴേക്കും ഹലോ വേൾഡിന് താഴെയായിട്ട് ഹായ് വേൾഡ് കിട്ടിയതായിട്ട് കാണാം. ഓക്കെ,
മനസ്സിലായോ? നമ്മൾ ഇന്ന് ഇത്രയും ടാഗേ പഠിക്കുന്നുള്ളൂ, സ്കൂളിലൊന്നും ഇന്ന് പഠിക്കത്തില്ല. H1 to H6 ടാഗ് പഠിച്ചു, അതുപോലെ തന്നെ പി ടാഗ്സ് പഠിച്ചു, പിന്നെ ബോൾഡ് ടാഗ് പഠിച്ചു, പിന്നെ PR ടാഗ് പഠിച്ചു. ഓക്കെ, ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഒന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ലെഫ്റ്റ് ആയിക്കോളും. ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ലെഫ്റ്റ് ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. റെക്കോർഡിംഗ് സെക്ഷൻ ഇടുന്നതായിരിക്കും. റെക്കോർഡഡ് സെക്ഷൻ നോക്കിയിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ മാത്രം ലെഫ്റ്റ് ആയിക്കോളൂ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. റെക്കോർഡ് സെക്ഷൻ ഇടും എങ്കിലും ഇപ്പൊ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും ടാഗ് വല്ല കൺഫ്യൂഷൻ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. വേണ്ട, ക്ലോസിംഗ് ടാഗ് ഇല്ലാത്ത ഒരു ടാഗാണ് BR ടാഗ്. നമുക്കത് ലൈൻ ബ്രേക്ക് ചെയ്യാനാണ്, ലൈൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BR ടാഗ് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് എന്ന് ഓർത്താൽ മതി, BR ബ്രേക്ക് എന്ന് ഓർത്താൽ മതി. അതുപോലെ തന്നെ ബോൾഡ് ആക്കാൻ D, ഇറ്റാലിക് ആക്കാൻ I, പാരഗ്രാഫിന് വേണ്ടി P, H1 to H6 എന്ന് പറയുന്നത് ഹെഡിങ്ങിന്റെ ഓരോ സ്റ്റൈലാണ്. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ മാത്രം ലെഫ്റ്റ് ആയിക്കോളും. വേണ്ട, സ്പേസ് കൊടുക്കണം. ഞാൻ ജസ്റ്റ് അത് കോപ്പി പേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഇങ്ങനെ കൊടുത്താലും നിങ്ങൾക്ക് കിട്ടും. ഈ നിങ്ങളുടെ ടാഗിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് കൊടുത്താൽ മാത്രം മതി, അല്ല സ്പേസിന്റെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ആ പറഞ്ഞോളൂ. ഇതിപ്പോ ഞാനൊരു 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. റെക്കോർഡ് ക്ലാസ്സിൽ നോക്കുക. ഇപ്പോ അമലിന് വേണ്ടി ഞാൻ ഒന്നുകൂടി ചെയ്തായിരുന്നു. ഓക്കെ, ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രസന്റ് ചെയ്യാം. ഫോട്ടോ വീഡിയോ നമുക്ക് കാണാൻ പറ്റില്ല, എനിക്കത് ക്ലിയർ അല്ല. ഒന്ന് വീഡിയോ കാണിച്ചു. ഹലോ അമൽ, ഹലോ ഹലോ, കേൾക്കാം. പ്രസന്റ് ചെയ്തോളൂ. ആ കാണാം. ആ ഓക്കെ, ആ ഫസ്റ്റത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തേ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് day1.html എന്ന് കൊടുക്കുക. day1 ഡോട്ട് ലീവ് ചെയ്തു. day1.h, സോറി, ഡോട്ട് കൊടുക്കണം. day1 ഒരുമിച്ച് കൊടുക്കുക, സ്പേസ് ഇല്ലാതെ ഒരുമിച്ച് day1 കൊടുക്കുക. എന്നിട്ട് ഡോട്ട് കൊടുക്കുക. .html കൊടുക്കുക.
എന്നിട്ടൊന്ന് എൻ്റർ ചെയ്യും. എൻ്റർ കീ. ഓക്കെ. ആ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു വിൻഡോയിലാണ് കോഡ് ടൈപ്പ് ചെയ്യുന്നത്. കോഡൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സിൽ നോക്കുക. ഓക്കെ. താങ്ക് യു.